നമ്മുടെ അഥർവയുടെ ഒരു ത്രില്ലർ സിനിമ ഇപ്പം തിയേറ്ററുകളിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ പേര് DNA, ഡയറക്ടർ ബൈ നെൽസൺ വെങ്കടേശൻ. ഒരുപാട് നാളായി അഥർവയുടെ ഒരു സിനിമ കണ്ടിട്ട്, ഒത്തിരിയായി. സോ അപ്പം ഈ സിനിമയെ പറ്റി ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാം. ഇതിനുള്ളിൽ അഥർവയെ കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിലെ നിമിഷ സജയൻ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് സിനിമയിൽ നമ്മുടെ അഥർവയുടെ കഥാപാത്രം എന്നുള്ളതാണ് ആനന്ദ് എന്നാണ് ക്യാരക്ടർ പേര്. ആനന്ദ് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഫസ്റ്റിൽ തന്നെ ആ ക്യാരക്ടർ ഡയറക്ടർ ഒരു വളരെ ഡീറ്റെയിലിംഗ് ആയി നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ക്യാരക്ടറുടെ ചുറ്റുപാടുകൾ, കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു വഴകിയൊക്കെ നിൽക്കുന്ന ഒരു നടൻ, അങ്ങനെ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഒരു കല്യാണം കഴിക്കുന്നു. അതിനുശേഷം എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ മെയിൻ ഒരു സ്റ്റോറി എന്ന് പറയാം. നിമിഷ സജയന്റെ ക്യാരക്ടറാണ് കല്യാണം കഴിക്കുന്നത്. സോ അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കുന്നു. അപ്പോൾ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ നിമിഷ പറയുന്നു ഈ കുട്ടി എൻ്റെ അല്ലെന്ന് പറയുന്നു. പിന്നീട് അവിടെ വളരെ രീതിയിലുള്ള ഒരു കോലാഹലം ഉണ്ടാകുന്നു. ഇതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റും. പിന്നീട് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണ്ടന്റ് ഉള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ എസ്പെഷ്യലി എനിക്ക് പറയാം ഇറ്റ്സ് എ വെറൈറ്റി ത്രില്ലർ എന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ ഒറ്റവട്ടം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ത്രില്ലർ സിനിമയെന്ന് കൂടി പറയാൻ പറ്റും. ഇത് ത്രില്ലടിച്ച് തുടങ്ങുന്ന പറയുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെ ത്രില്ലർ വീര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണ്ടിയൊക്കെ ഇത്രയും ഇതായിട്ടൊക്കെ നിന്നിട്ട് പോലും ആ കുട്ടിയിലേക്ക് അങ്ങ് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പിന്നീട് ലാസ്റ്റ് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഇത്രയും വേണം ഒരു കുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം ഇത്രയും പോലീസ് ഫോഴ്സ് ഒക്കെ നിന്നിട്ട് പോലും ഒരു കുട്ടിയെ കണ്ടെത്താന്ന് പറയുന്ന ഒരു വലിയ കാര്യം ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു DNA എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നിയുള്ളൂ. പക്ഷെ ഇതിനകത്ത് നല്ലൊരു ഡീസെന്റ്ലി നല്ല രീതിയിലുള്ളൊരു ത്രില്ലിംഗ് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ സിനിമകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല. ഇതുപോലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരിക്കും DNA എന്നുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം കേട്ടോ. സോ എന്തായാലും അടുത്തൊരു ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.